എല്ലാവർക്കും ലോസ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം. വിവാഹം എന്നത് ഒരു ആഘോഷമോ ചടങ്ങോ മാത്രമല്ല, അത് രണ്ട് വ്യക്തികൾക്കിടയിൽ നിയമപരമായ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ബന്ധമാണ്. പലരും വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് വിവാഹ ദിനത്തിനായാണ്. അതിനാൽ തന്നെ ഹിന്ദു വിവാഹ നിയമത്തിന്റെ അടിസ്ഥാനത്തിന് വിവാഹത്തിന് മുൻപ് ഓരോരുത്തരും അറിയേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിവാഹം കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ സന്തോഷം മാത്രമായിരിക്കും. പങ്കാളി പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കും. വഴക്കുകളൊന്നും ഉണ്ടാകില്ല. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. വിവാഹം രണ്ട് അപൂർണരായ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകും. അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ല വിവാഹത്തിന്റെ അടയാളം. ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹത്തിനുള്ള പ്രധാന നിർബന്ധനങ്ങൾ: ഇരുവരും ഹിന്ദുക്കളായിരിക്കണം. വിവാഹ സമയത്ത് മറ്റൊരു ജീവനുള്ള ഭാര്യയോ ഭർത്താവോ ഉണ്ടാകാൻ പാടില്ല. ഇരുവരും സ്വതന്ത്രമായ സമ്മതം നൽകാൻ ശേഷിയുള്ളവരായിരിക്കണം. വരന് 21 വയസ്സും വധുവിന് 18 വയസ്സും പൂർത്തിയായിരിക്കണം. നിയമം വിലക്കുന്ന ബന്ധത്തിൽപ്പെട്ടവരാകരുത്. ഈ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം വിവാഹം അസാധുവാകാനോ ചോദ്യം ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട്. വിവാഹത്തിന് മുമ്പ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ: സാമ്പത്തിക സ്ഥിതി, കടബാധ്യതകൾ, ജോലി, കരിയർ ലക്ഷ്യങ്ങൾ, കുട്ടികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, എവിടെ താമസിക്കണം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മതപരവും സാംസ്കാരികവുമായ വിശ്വാസങ്ങൾ. പല വിവാഹ പ്രശ്നങ്ങളും ഇവയെക്കുറിച്ച് മുൻകൂട്ടി സംസാരിക്കാത്തതിനാലാണ് ഉണ്ടാകുന്നത്. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കാനുള്ള അവകാശമൊന്നുമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനെ നിയന്ത്രിക്കാനുള്ള അവകാശവുമില്ല. ഓരോ വ്യക്തിക്കും ഇന്നും വ്യക്തിത്വം, സ്വകാര്യത, സ്വാതന്ത്ര്യം, ആത്മാഭിമാനം. വിവാഹം എന്നത് പങ്കാളിത്തമാണ്, ഉടമസ്ഥാവകാശമല്ല. വിവാഹത്തിന് മുമ്പ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ: കുടുംബ ചെലവ് എങ്ങനെ നടത്തും? ഇരുവരും ജോലി ചെയ്യുമോ? സമ്പാദ്യം എങ്ങനെ രൂപപ്പെടുത്താം? സാമ്പത്തിക ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ പങ്കിടും? പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം സാമ്പത്തിക അഭിപ്രായ വ്യത്യാസങ്ങളാണ്. വിവാഹം മാത്രം കൊണ്ട് ഏകാന്തത, ആത്മവിശ്വാസക്കുറവ്, മാനസിക മുറിവുകൾ, കരിയർ നിരാശകൾ ഇവ മാറണമെന്നില്ല. ഒരു നല്ല പങ്കാളിക്ക് നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരാൾക്കുമാവില്ല. വിവാഹം എന്നത് അവകാശങ്ങൾ മാത്രമല്ല, അതോടൊപ്പം പരസ്പര ബഹുമാനം, സഹകരണം, പിന്തുണ, കുടുംബ ഉത്തരവാദിത്വങ്ങൾ എന്നിവയും വരുന്നു. നല്ല ദാമ്പത്യ ജീവിതം ഈ ഉത്തരവാദിത്വങ്ങളിൽ നിറവേറ്റുന്നതിലൂടെയാണ് വളരുന്നത്. വിവാഹമോചനം അറിയുന്നത് വിവാഹത്തെ ദുർബലമാക്കുന്നില്ല, മറിച്ച് നിയമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നു. ഹിന്ദു വിവാഹ നിയമപ്രകാരം ചില സാഹചര്യങ്ങളിൽ വിവാഹമോചനം ആവശ്യപ്പെടാം. ക്രൂരത, പരസംഗം, ഉപേക്ഷിക്കൽ, മതപരിവർത്തനം, ചില മാനസികാരോഗ്യ സാഹചര്യങ്ങൾ, മറ്റ് നിയമപരമായ കാരണങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജീവിതത്തിന്റെ മികച്ച നിമിഷങ്ങളാണ്, യഥാർത്ഥ ജീവിതമല്ല. ഓരോ കുടുംബത്തിനും വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത പ്രശ്നങ്ങൾ, വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതിനാൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. വിവാഹത്തിന് മുമ്പ് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക: ഞാൻ മാനസികമായി വിവാഹം കഴിക്കാൻ തയ്യാറാണോ? കുടുംബ സമ്മർദ്ദം കൊണ്ടാണോ ഞാൻ വിവാഹം കഴിക്കുന്നത്? ഈ വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുമോ? ഞങ്ങൾക്ക് തുറന്നു സംസാരിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരുപോലെയാണോ? ആവശ്യമുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായ ഉത്തരങ്ങൾ നൽകുക. പലരും വിവാഹത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു, എന്നാൽ വിവാഹ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നില്ല. ഒരു നല്ല വിവാഹം നിർമ്മിക്കപ്പെടുന്നത് സ്നേഹത്തിലൂടെ മാത്രമല്ല, വിശ്വാസത്തിലൂടെ, ബഹുമാനത്തിലൂടെ, ആശയവിനിമയത്തിലൂടെ, യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകളിലൂടെയും നിയമത്തെക്കുറിച്ചുള്ള അറിവുകളിലൂടെയുമാണ്. വിവാഹം ചെയ്യുന്നത് മുൻപ് നിയമം അറിയുക, സ്വയം അറിയുക, നിങ്ങളുടെ പങ്കാളിയെയും അറിയുക. അപ്പോൾ വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, മനോഹരമായ ഒരു ജീവിതത്തിന്റെ യാത്രയും കൂടെയായിരിക്കും. നിയമങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയാൻ ലോസ് ഓൺ റെക്കോർഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.